അപ്പോൾ നമ്മളിപ്പോൾ ഈ കംഫർട്ട് സോണിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ ജീവിതത്തിൽ കുറേ അധികം പരാജയങ്ങളിൽ നിന്നും അനുഭവിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന് കാരണമുണ്ട്. നമ്മുടെ അബ്ദുൽ കലാം സാറ്, ഇന്ത്യൻ പ്രസിഡൻറ്റും നമ്മുടെ എന്താ പറയുക, ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനുമായ ശ്രീ കലാം സാർ പറഞ്ഞിട്ടുള്ളത് തോറ്റവരുടെ കഥ കേൾക്കാനാണ്. തോറ്റവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തോൽവികൾ സംഭവിക്കാതെ, അല്ലെങ്കിൽ തോൽവികൾ സംഭവിച്ചാൽ എന്താണ് ചെയ്യുക എന്നുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വിജയം തനിയുണ്ടാവും. അപ്പോൾ ഈ കംഫർട്ട് സോണ് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ നമ്മുടെ ഈ കംഫർട്ട് സോൺ വിട്ട് നാട് വിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഓരോ നാടുകളും ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ നമുക്ക് വലിയൊരു അറിവ് തന്നെ കിട്ടും ജീവിതത്തിൽ. ആ അറിവ് യാത്ര കൊണ്ടുണ്ടാവുന്ന അറിവ് ചെറിയൊരു അറിവല്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ വീട്ടിൽ അച്ഛൻ വളരെയധികം ആളുടെ ബിസിനസ്സിലും മറ്റുള്ള കാര്യത്തിലും ശ്രദ്ധിക്കാത്തതിനും ഒക്കെ ആയിട്ട് ഈ ബഷീർ സാറിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ചീത്ത പറയും, ഒരുപാട് തല്ലും വഴക്കും ഒക്കെ പറയും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബഷീർ നാട് വിട്ടുപോയി. അപ്പോൾ ഈ ബഷീർ നാട് വിട്ടു പോകുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നല്ല പോവുക. അപ്പോൾ എവിടെയാണ് എന്ത് ജോലിയാണ് ചെയ്യണത്, ആ ജോലി ചെയ്തുകൊണ്ട് ഭക്ഷണത്തിനും താമസത്തിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാന പണി. അപ്പോൾ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയില്ല എന്ന് വരും, ജോലി കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ മൂപ്പര് പൈപ്പിലെ വെള്ളമെങ്കിലും കുടിച്ചിട്ട് മൂപ്പര് കിടന്നുറക്കും. അപ്പോൾ ആൾക്ക് ഭക്ഷണം വലിയ വിഷയമില്ല. ഇനിയിപ്പോൾ കിട്ടി പലവരും കയ്യിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെ പോയിട്ട് ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തും ആള് സഞ്ചരിച്ച് താമസിച്ച് ജീവിച്ചിട്ട് വർഷങ്ങൾ കൂടുമ്പോഴാണ് മൂപ്പര് വീട്ടിലേക്ക് വരിക. ആ അനുഭവങ്ങളാണ് മൂപ്പര് എഴുത്തിലേക്ക് അയാൾ മാറ്റിയത്. ഇയാള് നല്ല ശുദ്ധ ഭ്രാന്തുള്ള ഒരു വ്യക്തിയായിരുന്നു. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയണതാണ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മൂപ്പരേനെ അഡ്മിറ്റ് ആക്കണം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആയാലും ബന്ധുജനങ്ങളായാലും ആര് പറയുമ്പോഴും ആളൊരു കാര്യം കണ്ടീഷൻ വെച്ചു. അതായത് എനിക്ക് എന്നെ ഇടുന്ന ആ എന്താ പറയുക റൂമിൻ്റെ മുമ്പിൽ എനിക്കൊരു മുറ്റം വേണം. ആ മുറ്റത്ത് എനിക്ക് ചെടി നട്ട് പിടിപ്പിച്ച് പൂക്കൾ ഉണ്ടാവണം. മൂപ്പര് ആത്മകഥയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. അതുപോലെ എനിക്ക് കഴിഞ്ഞ് ജനാല തുറന്നിട്ട് വിശാലമായ ഒരു ലോകം കാണണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് അങ്ങോട്ട് പറഞ്ഞിട്ടാണ് മൂപ്പര് അഡ്മിറ്റ് ആവാൻ തയ്യാറാണ്. സാധാരണ ഭ്രാന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞ് നേരെ ആരെങ്കിലും ആരെങ്കിലും ബലമുള്ള ആളുകളുടെ സഹായത്തോടെ അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോവുക. അപ്പോൾ അയാളൊരു കഴിവുറ്റ എഴുത്തുകാരനായതുകൊണ്ട് ആളുടെ ഇഷ്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, അതായത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആള് ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് പ്രവൃത്തിയിൽ വരുത്തിക്കൊണ്ടാണ് ആളെന്നെ അങ്ങോട്ട് വിടുക. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആള്. അപ്പോൾ നിരന്തരമായി അറിവ് നേടുന്ന ആളും കൂടിയിട്ടാണ്. യാത്ര കൊണ്ടുള്ള അനുഭവങ്ങളും അറിവുകളും കൂടാതെ മൂപ്പര് പരമാവധി അറിവ് നേടും. മാത്രമല്ല, ഗാന്ധിജി വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒന്ന് കൈകൊണ്ട് തൊടാൻ വേണ്ടിയിട്ട് ആൾ പോയിട്ടുണ്ട്. അങ്ങനെ തൊട്ടിട്ടുണ്ട് ഉള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ
പല വ്യക്തികളും മാനസികമായിട്ട് ഒരുപാട് വിഷമതകൾ അനുഭവിച്ചവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ആ കഥകൾ കേൾക്കാൻ നമ്മളെ നാട്ടുകാർക്കും അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് മലയാളികൾക്ക് ഇഷ്ടമല്ല. കാരണം അതിനൊരു കാരണമുണ്ട്. ഈ മാനസിക രോഗികളെ കുറിച്ച് ഏത് കോമഡിയിലും അല്ലെങ്കിൽ ഏത് സിനിമയിലും വളരെ പരിഹാസപൂർവമായ രീതിയിലാണ് ആ കഥാപാത്രത്തെ നമ്മൾ സൃഷ്ടിക്കുക. അപ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് ഈ ഭ്രാന്ത് ഉള്ളവരെന്നെ അല്ലെങ്കിൽ മാനസിക രോഗികളെ കണക്കാക്കുന്നത്. എന്തിനു പറയുന്നു? മാനസിക രോഗികളായ ഡോക്ടർമാരെ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പോലും അയിത്തം പ്രഖ്യാപിച്ചൊരു നാടാണ് കേരളം. സത്യമായൊരു ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവരെന്നൊരു പൊതുപരിപാടിയിൽ കാണില്ല, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ അവർ വിളിക്കില്ല. അവർ ഒരു സൈക്യാട്രിസ്റ്റാന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റാണെന്ന രീതിയിൽ പെരുമാറാതെ പറ്റാത്തൊരു അല്ലെങ്കിൽ ഒരു ലോകം കൂടിയിട്ടാണ് നമ്മുടെ ഈ കേരളം. അപ്പോൾ ഞാൻ അതല്ല പറയുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ കംഫർട്ട് സോൺ പൊട്ടിച്ചാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കലാണ്. ഉദാഹരണം പറഞ്ഞാൽ യൂസഫ് അലി കള്ളലാഞ്ചിക്ക് പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് യൂസഫ് അലി എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ അഭിമാനകരമായൊരു കച്ചവടക്കാരനായി മാറിയത്. ബിസിനസ്സുകാരിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഉണ്ടായത് മൂപ്പർക്ക്. അപ്പോൾ ഈ ലുലുവിൻ്റെ ചെയർമാനായിട്ടുള്ള യൂസഫ് അലി സാറിനോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ഒരു പയ്യൻ, അത് ഈ യൂസഫ് അലി ആവണം എനിക്ക് ആഗ്രഹമുണ്ട്, ആ യൂസഫ് അലി ആവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത്, ഞാൻ 46 വർഷം എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന യൂസഫ് അലി ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ ജീവിതങ്ങളും. അപ്പം നമ്മൾ വിചാരിക്കും പണം കൊണ്ട് മാത്രമേ വിജയം സാധ്യമാവുള്ളൂ എന്ന് വിചാരിക്കുന്നൊരു സമൂഹം കേരളത്തിൻ്റെ. ഈ പണമില്ലാത്ത ആളുകളും ഇവിടെ പണമുള്ളവരെക്കാളും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുക പണമില്ലാതെ ജീവിതത്തിൽ വിജയിച്ച ആളുകളെയാണ്. ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കനെ തൊട്ടിട്ട് ഉള്ള ആളുകളെ തൊട്ടിട്ട് ഈ ലോകത്ത് കുറേ മഹത് വ്യക്തികളുണ്ട്. മഹത് വ്യക്തികളൊന്നും പൈസ ഉണ്ടാക്കിയതിൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധിജി ഉണ്ടായിരുന്നു ഇവിടെ. അതേ സമയത്ത് ടാറ്റ ബിർള ഗ്രൂപ്പ്, ജിണ്ടാൽ ഗ്രൂപ്പ്, അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ മുമ്പ് കോടീശ്വരന്മാരായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അംബാനി തുടങ്ങിയ അംബാനി, അസീം പ്രേംജി, അതുപോലെ സൺഫാർമയുടെ ചെയർമാൻ, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ ഗാന്ധിജീനെ ഓർക്കണു, ഗാന്ധിജിയുടെ കയ്യിൽ വല്ല പൈസ ഉണ്ടായിട്ട് നമ്മൾ ഓർക്കണത്. അല്ലെങ്കിൽ നെഹ്റുവിനെ, പ്രധാനമന്ത്രി നെഹ്റുവിനെ നമ്മൾ ചിന്തിക്കുന്നത് നെഹ്റുവിൻ്റെ കുടുംബത്തിൽ കാശുള്ള കൊണ്ടാണോ? അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി, മരിച്ചുപോയി രാജീവ് ഗാന്ധി, അവരെ പണം കണ്ടിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്? അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ നമ്മൾ ഓർക്കുന്നത് പണം ഉണ്ടായിട്ടാണോ? ഇപ്പോൾ കേരളത്തിലെ പഴശ്ശിരാജ, വേലുത്തമ്പി തിളവ, അതുപോലെ എന്താ പറയുക, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടവെട്ടിയ കേരളത്തിലെ കുറേ വ്യക്തിത്വങ്ങളുണ്ട്. വേലുത്തമ്പി തവള പോലെ, അതുപോലെ എന്താ പറയുക, ഒരു മുസ്ലിം ഇതുണ്ടല്ലോ, അത് ഞാൻ പിന്നെ പെട്ടെന്ന് ഓർക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ അതുപോലെ പണം ഉള്ള വ്യക്തികളെ തന്നെ ജനം ഓർക്കുന്നേ ഇല്ല. അപ്പോൾ ലോകത്തുള്ള കോടീശ്വരന്മാരെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഓർക്കുന്നത് മദർ തെരേസ പോലത്തെ മഹത് വ്യക്തികൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ പണം വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് കണക്കാക്കണ്ട. എന്നാൽ പണം ഉണ്ടാക്കും വേണം. പണം ഇല്ലാതെ നമുക്കൊരു സാമൂഹിക സേവനം പോലും നടത്താൻ പറ്റില്ല, ഇല്ലല്ലോ. ഇപ്പോൾ നമുക്കൊരു ജനങ്ങളെ സഹായിക്കണം എങ്കിൽ പണം വേണം, അല്ലേ?
നമ്മൾ ഒരു രോഗികളേനെ അനാഥരേനെ അല്ലെങ്കിൽ ആരേനും സഹായിക്കണമെങ്കിലും പണം വേണം. അപ്പോൾ ആ പണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ വ്യക്തികൾക്കും ഒരു പാഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഫാഷൻ വേറെ പാഷൻ വേറെ. ചില ആളുകൾക്ക് പാഷൻ എന്താ ഫാഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പാഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയണം. ചില ആളുകൾക്ക് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല വ്യക്തികളുണ്ട്. എനിക്കും അത് അറിഞ്ഞിരുന്നില്ല. എന്താണ് പാഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പാഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കണ്ടു. അങ്ങനെ പാഷൻ ടെസ്റ്റ് ഒരു 10 ചോദ്യങ്ങൾ, അതിപ്പോൾ യൂട്യൂബിൽ കിട്ടും. പാഷൻ ടെസ്റ്റ് ഇൻ മലയാളം എന്ന് പറഞ്ഞ് അടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ പുസ്തകം വായിക്കുന്ന ആളാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലത്ത് പല തവണ പേപ്പർ എടുത്തിട്ട് ഒരക്ഷരം എഴുതാൻ പറ്റാതെ നിരാശനായിട്ട് ആ പേപ്പറൊക്കെ ചവിറ്റുകൊട്ടയിലേക്ക് ചവിട്ടി കൂട്ടിയിട്ട് ഡയറിയിൽ എഴുതും. എന്നാലും നമുക്കത് പ്രയോജനകരമായ രീതിയിൽ എഴുതാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ ഈ പാഷൻ ടെസ്റ്റ് എടുത്തപ്പോൾ 2 കഴിവാണ് എനിക്കുള്ളതാണ്. ഒന്ന് എഴുതാൻ പറ്റും, 2 പ്രവചനം നടത്താൻ പറ്റും. ഞാൻ പലരുടെ ജീവിതത്തിൽ അധികം ഒന്നും പഠിക്കാതെ, ജ്യോതിഷമൊന്നും പഠിക്കാതെ ചില പ്രവചനങ്ങൾ നടത്തിയ അത് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പല രാഷ്ട്രീയ പ്രവചനങ്ങൾ ഇതിൽ നടത്തിയിട്ടുണ്ട്. അത് നാളെ സംഭവിക്കും. അത് ആ സംഭവിക്കുന്ന കാലഘട്ടത്തിലേ മനസ്സിലാവുള്ളൂ. അതുപോലെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് നമ്മുടെ കുടുംബജീവിതം ആയാലും രാഷ്ട്രത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഫലിക്കാറുണ്ട്. ഞാൻ ചില ആൾക്ക് ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ കുറിച്ചിട്ടേ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നെ എനിക്കറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയാനും പറ്റില്ല. നിങ്ങൾക്കറിയുള്ളൂ, എനിക്ക് നിങ്ങളെ പറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഒരു അഹംഭാവമായിട്ട് കാണരുത്. എനിക്ക് ഇന്ന കഴിവുണ്ട് ആ കഴിവുണ്ടെന്ന് ഇരിക്കുന്ന ഒരു അഹംഭാവമായിട്ട് കരുതുക. ഞാൻ എൻ്റെ അനുഭവങ്ങളും ഞാൻ പഠിച്ചതും ഞാൻ അനുഭവിച്ച പാഠങ്ങളും എൻ്റെ അനുഭവിച്ച ദുരിതങ്ങളും ആ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പം ഇങ്ങനെ ഞാൻ ഒരു എഴുതി വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് പോയിൻ്റൊക്കെ സഹിതം എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസംഗിക്കുന്നതല്ല. ഞാൻ പ്രസംഗിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു LP സ്കൂളിൽ PTA വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രസിഡന്റ് പറഞ്ഞു, നീ നന്ദി പറയുന്നത്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഏതോ 7ാം ക്ലാസ്സിൽ ഒരു തുമ്പക്കൂട എന്നുള്ള പാട്ട് പാടിയിട്ട് ഞാൻ ആകെ നാണം കെട്ട് ഒരു ദിവസം ഏറ്റിട്ട്. കാരണം എനിക്ക് കാണാപ്പാടം അറിയണതാണ്. ആകെ 2 വരി എനിക്ക് ആ പാട്ട് പാടാൻ പറ്റിയില്ല എൻ്റെ ചെറുപ്പകാലത്ത്. അപ്പം എനിക്ക് പാടാൻ അറിഞ്ഞിട്ടൊന്നല്ല ഇവിടെ പേര് കൊടുക്കണം. എല്ലാവരും പേര് കൊടുക്കണം. അപ്പം നമുക്ക് പേര് കൊടുത്ത് പാട്ട് പാടി സമ്മാനം കിട്ടുന്നുള്ള അറിവുള്ളൂ. പാടാൻ അറിയുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാപ്പാടം അങ്ങോട്ട് പാടാന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളെ സ്വഭാവകമ്പം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പരിഹാസമായിട്ട് ആ പരിഹാസത്തിൻ്റെ ഭയം കൊണ്ട് ഞാൻ സ്റ്റേജിൽ കയറാറില്ല. എത്ര കാലം വരെ ഇത് പഠനകാലം കഴിഞ്ഞു. ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നോട് നന്ദി പറയണം. എനിക്ക് ആകെപ്പെടി അതൊന്നും പറ്റില്ല മോനെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരനാ അവനോടാ ഇങ്ങനെ പറയുമ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു PTA വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ നന്ദി പറയണമെന്ന് പറയുക. ഇതാകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ പറഞ്ഞു, വരച്ചുകൊണ്ടാണെങ്കിൽ അത് പറഞ്ഞു തീർത്തു. അതിന് സ്റ്റേജിൽ കയറിയിട്ട് പിന്നീട് ആ നന്ദി പറയൽ ഒന്ന് വിസ്തരിച്ച് പറയാൻ പറ്റും. ഈ യോഗത്തിൽ പങ്കെടുത്ത അധ്യക്ഷൻ ഇന്നയാൾ, അത് കഴിഞ്ഞ ഉദ്ഘാടകൻ ഇന്നയാൾ, അത് കഴിഞ്ഞ ആശംസ പറയുന്നത് ഇന്നയാൾ, അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ പ്രസംഗിക്കാൻ പഠിക്കണമെങ്കിൽ സ്റ്റേജിൽ എന്നെ കാരണം.
പ്രസംഗം വീട്ടിൽ ഇന്ന് നമ്മുടെ റൂമിൽ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടിയില്ല. നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇറങ്ങണം, അല്ലാതെ കരക്കിൽ കിടന്ന് നീന്താൻ പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങളിൽ അനുഭവിച്ച് തന്നെ തീർക്കണം. അനുഭവിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തണം. പരാജയം കണ്ടിട്ട് തളർന്ന് കിടന്ന് അതിൽ നിന്ന് നമുക്ക് ജീവിതം മുന്നോട്ട് പോകില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരണം, പരാജയങ്ങൾ എത്ര വരണം, അത് നല്ലത്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ സന്തോഷം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വെറും പൊട്ടനായി മാറും. സത്യം പറയണത്, എൻ്റെ അനുഭവം വെച്ചിട്ട് പറയണു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പരാജയം വന്നപ്പോൾ എനിക്ക് ആ പരാജയങ്ങൾ പരിഹരിച്ചിട്ടിപ്പോൾ നമുക്ക് പരാജയം വന്നാൽ ഇനിയിപ്പോൾ എന്ത് തന്നെ ആകാശം ഇടിഞ്ഞു വീണാലും നമുക്കൊരു വിഷയം വരാൻ പോണില്ല. നമ്മളെല്ലാം പലരും പരിഹസിക്കുന്നുണ്ട്, പലരും പരിഹസിച്ച് തുപ്പുന്നുണ്ട്. ഞാൻ ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ യൂട്യൂബിൽ ഈ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഡിപ്രഷൻ രോഗിയാണ് അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ രോഗിയെന്ന് പറയുമ്പോൾ ഇത് ലോകം മുഴുവൻ കാണും കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കൂടാതെ ഞാൻ രാഷ്ട്രീയ വിമർശനങ്ങൾ പറയുന്നതാണ്, അസഭ്യമായ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ സ്ത്രീകളുടെ ഈ എന്താ പറയുക, സ്ത്രീകൾ ഇപ്പോൾ വിവാഹ വിസമ്മതം നടത്തുക, അതുപോലെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ആൺകുട്ടികൾ വിവാഹം കഴിച്ചിട്ട് കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ അനാവശ്യമായ രീതിയിൽ തന്നെ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അത് വേറൊരു ടെക്നിക്കും ഉണ്ട്. അതിൽ ആദ്യം കുറച്ച് പ്രകോപനം നടത്തണം. ആ പ്രകോപനം നടത്തുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനതയും നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മൾ എഴുതുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. പിന്നീട് വരുന്നത് ആദ്യം ഒന്ന് നെഗറ്റീവാക്കി ഒരു വിവാദങ്ങളൊക്കെ എന്നിട്ട് സൃഷ്ടിച്ചിട്ട് പിന്നെ വരുന്നത് സത്യസന്ധമായ നന്മയുള്ള അല്ലെങ്കിൽ സത്യം ധർമ്മം നീതിയുള്ള വാക്കുകളായി വരുന്നാൽ ആദ്യമൊക്കെ വെറുപ്പ് വന്നാലും പിന്നീട് അത് പോസിറ്റീവ് മൈൻഡിലേക്ക് ജനങ്ങൾ എത്തിക്കും. സുഗതൻ്റെ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വരും. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കാട് കയറിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് പറയും, ഈ കംഫർട്ട് സോൺ പൊട്ടിക്കുമ്പോൾ ചിലർക്ക് സാമ്പത്തിക വിജയം ഉണ്ടാവും, ചിലവർക്ക് അനുഭവം കൊണ്ട്, നമ്മൾ പല സ്ഥലത്തും പോയ അനുഭവം കൊണ്ട് യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ പറയുന്നു. ഇപ്പോൾ ബ്ലോഗുകളൊക്കെ യാത്രാ വിവരണമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗുകൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണാം. ഉദാഹരണത്തിന് സന്തോഷ് കുളങ്ങര സാറ് സഞ്ചാരം TV തുടങ്ങിയിട്ടും അതുപോലെ ഈ യാത്രകളായി ബന്ധപ്പെട്ട് യൂട്യൂബുകളിലെ ഈ ബ്ലോഗുകളും പറഞ്ഞിട്ട് പറയുന്നത് എനിക്ക് ബിസിനസ് ചെയ്തിട്ട് എനിക്ക് വലിയൊരു പണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, പണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല, ആവശ്യത്തിനേ ഉണ്ടായിട്ടുള്ളൂ. വൻ കോടീശ്വരനായില്ല. ആൾക്ക് പറയുന്നത് എനിക്ക് ആ കോടികളെല്ലാം ആവശ്യം ആളുടെ പാഷനനുസരിച്ച്, ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ജോലി ചെയ്തിട്ട് ആ ജോലി ചെയ്യുന്ന വിജയിക്കുന്ന കാലം വിട്ടിട്ട് അനുഭവിച്ചൊരു പരാജയ പാഠങ്ങൾ ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അടുത്ത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കാലത്ത് യാത്രാ വിവരണം പറയണ കാലഘട്ടത്തിൽ മൂപ്പര് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് യാത്രാ വിവരണം പറയുമ്പോൾ അത് സംപ്രേഷണം ചെയ്യാൻ പോലും ഇഷ്ടപ്പെടാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് മൂപ്പർക്ക്, ഇല്ലേ? ആൾക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഏഷ്യാനെറ്റും ദൂരദർശനും ഒക്കെ ഈ യാത്ര വരുന്ന ആര് കാണാനോ ആര് കേൾക്കാനോന്ന് പറഞ്ഞ ഉണ്ട്. ഇന്ന് ആളുടെ ആ കഴിവിനെ അംഗീകരിച്ചു, ആളുടെ പാഷനെ അംഗീകരിച്ചിട്ട് വെറുതെ ജനങ്ങൾ സഞ്ചാരം TV ആളുടെ യാത്രാ വിവരണം കാണുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സും ലക്ഷക്കണക്കിന് വ്യൂസും ആയി മാറി. അപ്പോൾ പരസ്യമില്ലാത്ത ഏക ചാനലുണ്ടാക്കിയ വ്യക്തിയാണ്. അപ്പോൾ കംഫർട്ട് സോൺ പൊട്ടിച്ചിട്ടാണ് ഇന്ന് ഈ സ്ഥാനത്ത് എത്തിയത്.
അവസാനം ആൾ പ്ലാനിങ് ബോർഡ് മെമ്പറായിരുന്നു. പലപ്പോഴും ഞാൻ ആളുടെ പ്രസംഗത്തിൽ മൂപ്പര് എവിടെ പോയാലും അവസാനം കേരളത്തിലേക്ക് വരിക. ഉദാഹരണം പറഞ്ഞാൽ ആള് ടൂറിസം ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു യാത്രാ വിവരണം കണ്ടതാ. ഏതൊരു സ്ഥലത്തേക്ക് പോയതിൻ്റെ യാത്രാ വിവരണത്തിൽ മൂപ്പര് പറയണത് ടൂറിസം ഇവിടെ വളരാത്തത് ഈ ചൈനക്കാരായാലും ഒട്ടുമിക്ക ആൾക്കാരും ബിയർ കുടിക്കുന്ന ആൾക്കാർ. നമ്മൾ ചായ കുടിക്കണ ഒരു നേരം ഉന്മേഷത്തിന് ചായ കുടിക്കണ പോലെ, ഇപ്പോൾ 2-4 നേരം ചായ കുടിക്കണ പോലെ അവർക്ക് അവരുടെ പണി കഴിഞ്ഞാൽ അവർക്ക് ബിയർ അടിക്കണം. അത് ഹോട്ട് അടിക്കണേക്കാളും ഇഷ്ടം അവർക്ക് ബിയർ അത്ര. അപ്പം ബിയർ പാർലർ മാത്രമല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന ബിയർ വേണം. ആ ബിയർ കഴിക്കാൻ അവർക്ക് സൗകര്യമില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പ്രകൃതി ഭംഗി മാത്രം കണ്ടിട്ട് പോകാനുള്ളവരെല്ലാവരും ടൂറിസ്റ്റുകൾ അത്ര. അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ബിയർ പാർലറിൽ ഇരുന്നിട്ട് ആ ബിയർ അടിച്ചിട്ടും കൂടി വേണത്ര അവർക്ക് നമ്മുടെ നാട് സഞ്ചരിക്കാൻ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതായത് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബിയർ പാർലറുകൾ, ഈ ചെറിയ ഹോട്ടലുകൾ വിത്ത് ഫുഡോട് കൂടിയിട്ട്, വിവിധ തരം ഫുഡോട് കൂടിയിട്ട് ബിയർ പാർലറുകൾ അനുവദിക്കണം. അതുപോലെ ഡാൻസ് ബാറുകൾ അനുവദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് നമുക്ക് വളരെയധികം മാറ്റം വരുത്തും. നമ്മളിപ്പോൾ കള്ള് കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബീവറേജിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ആ കുപ്പിൻ്റെ മേടിച്ചു, അപ്പുറത്തുനിന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസ്സും മേടിച്ചു, ടച്ചിങ്സിന് ചെറിയൊരു 5-10 രൂപ സാധനം മേടിച്ചു. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് ഞങ്ങളൊക്കെ പറയുക അതിന് കൗട്ടടിക്കുക എന്ന് പറയും. കൗട്ട നമ്മുടെ ഒരു ഭാഷയിൽ. അതായത് അതുകൊണ്ട് അയച്ചു ഒരു മൂലയിൽ എവിടെയെങ്കിലും മൊന്തേല അല്ലെങ്കിൽ ഇരട്ടത്തോ ചെന്നിരുന്നു ഒറ്റ വലി അടിച്ചു, ഒരു ക്വാർട്ടർ മേടിച്ചു, ഒറ്റയ്ക്ക് അടിച്ചു. അതല്ല മദ്യപാനം എന്ന് പറയുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ മദ്യത്തിന് അടിമയാവും. നമ്മളൊരിക്കലും മദ്യത്തിന് അടിമയാവാൻ പാടില്ല. മദ്യം നമ്മുടെ അടിമയായിട്ട് തന്നെ നിലനിർത്തണം. അതായത് മദ്യം കഴിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി ആരോഗ്യത്തിന് മറ്റ് മയക്കുമരുന്ന്. പക്ഷേ നമുക്ക് മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് നമ്മുടെ പൗരന്മാർക്കൊക്കെ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മദ്യശാലകൾ ഒന്നും പൂട്ടണില്ല. അവർക്ക് മദ്യം വിൽക്കും വേണം. മദ്യം കഴിക്കുമ്പോൾ പോലീസുകാർ പിടിക്കുമെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുക എങ്ങനെയാണ്? ഒരു കൂറ കള്ളുകൂടി എന്ന് പറയുക, കൂതറ കള്ളുകൂടി എന്നൊക്കെ പറയും. കൂതറ കള്ളുകൂടിയ, അതായത് നമ്മൾ കൗട്ട മേടിക്കണു, അടിക്കണു, എന്നിട്ട് ആകെ ചെറിയൊക്കെ തുടച്ച് അങ്ങനെ കോലം കെട്ട കോലത്തിൽ പോകണു. അതിന് പകരം ഒന്ന് സ്റ്റാൻഡേർഡ് ഒരു കള്ള് കുടിക്കാനുള്ള അല്ലെങ്കിൽ ബിയർ കുടിക്കാനുള്ള ഒരു മനസ്സും, അല്ലെങ്കിൽ അതിനനുസരിച്ച് സൗകര്യവും നമ്മുടെ പിണറായി വിജയൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടായാൽ ബാർ അനുവദിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ ബാറുകളിലും ലോക്കൽ കൗണ്ടർ, ആ ലോക്കൽ കൗണ്ടറിൻ്റെ പരിസരത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ബാറിൽ ഒരു ദിവസം ജോലിക്ക് പോയുള്ളൂ. ഏത് സെക്യൂരിറ്റി കടയിട്ട് അവിടുത്തെ മണങ്ങും പിടിക്കാൻ പറ്റാതെ, ആ മണം കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആ സെക്യൂരിറ്റി പണി നിർത്തിയ ആളാണ്. എനിക്കിഷ്ടമല്ല. കാരണം എൻ്റെ വീട്ടിലെൻ്റെ അച്ഛൻ മദ്യം കഴിച്ചിട്ട് 10-12 കൊല്ലമായിട്ട് നിരന്തരം എന്നെയും എൻ്റെ അമ്മേനെയും ഇന്നടക്കം പേടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം ഈ മദ്യത്തിനെ കാണുമ്പോൾ വെറുപ്പായി തുടങ്ങി. എന്നാൽ ഞാൻ മദ്യം നിർത്തിയിട്ടൊന്നുമില്ല, കഴിക്കാതിരിക്കുന്ന ആളുമല്ല. എനിക്ക് തോന്നിയ കഴിക്കുന്നുള്ള നിലപാടുള്ളൂ. എന്നാൽ ഞാൻ ചെയിൻ സ്മോക്കറാണ്. സ്മോക്കിങ്ങും നല്ലതല്ല എനിക്കറിയാം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ വലിയ എളുപ്പം കൊണ്ട് നിൽക്കില്ല. അപ്പോൾ ഞാൻ കംഫോർട്ട് സോണിൻ്റെ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ വിജയിക്കുക. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പണം ഉണ്ടാക്കാനല്ല ശ്രമിക്കുക. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബൾബ് കണ്ടുപിടിച്ചു, വെറുതെ കണ്ടുപിടിച്ചു എന്നല്ല, ബൾബ് കണ്ടുപിടിച്ചാൽ നമ്മുടെ ലോകത്ത് എവിടെ ബൾബ് എത്തുന്നുണ്ട് അതിനൊരു പേഴ്സൻറ്റേജ് തോമസ് ആൽവ എഡിസൻ്റെ വീട്ടിലേക്ക് ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കണ്ടുപിടുത്തങ്ങൾ കോടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഐൻസ്റ്റീൻ 2 മൈനുകൾ കണ്ടുപിടിച്ചു.
ഐൻസ്റ്റീൻ അല്ല, മൈനുകൾ കണ്ടുപിടിച്ച് വേറെ ആൽഫ്രഡ് നോബൽ ഈ മൈനുകൾ കണ്ടുപിടിച്ചു. അപ്പം മൈനുകൾ ഒരുപാട് മനുഷ്യരുടെ പട്ടാളക്കാരായാലും മനുഷ്യരെ കൊല്ലണം സാധനം എന്ന് മനസ്സിലായി. അപ്പോൾ ആൾക്ക് ഞാൻ കണ്ടുപിടിച്ച് വളരെ തെറ്റായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നോബൽ പ്രൈസ് ഉണ്ടാക്കി. ആ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ഇപ്പോൾ അതിലേറ്റവും കൂടുതൽ സമ്മാനം നൽകണ ഏതിനാ? പ്രധാനപ്പെട്ട സമ്മാനം ആരും ശ്രദ്ധിക്കുന്ന സമ്മാനം എന്താ? സമാധാനത്തിനുള്ള സമ്മാനമാണ് നമ്മൾ ശ്രദ്ധിക്കുക. മദർ തെരേസയും അതുപോലെ ടാഗോറും ഗാന്ധിജി അതുപോലെ എന്താ പറയുക ഒബാമി തുടങ്ങി പല പല പ്രമുഖ വ്യക്തികൾ നോബൽ സമ്മാനം സമാധാനത്തിന് വേണ്ടിയുണ്ട്. ആ സമ്മാനത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ മദർ തെരേസയുടെ കാര്യം എടുക്കുമ്പോൾ മദർ തെരേസ പണം ഉണ്ടാക്കിയ ആ സ്ഥാനത്ത് നിന്നിട്ടാണോ നമ്മൾ കാണുന്നത്? ലോകത്തിൻ്റെ അമ്മ ഇത് മദർ തെരേസ പണം ഉണ്ടാക്കിയിട്ടാണോ? പണം വേണ്ടെന്നല്ല പറഞ്ഞ്. ഇപ്പം ഈ മദർ തെരേസ എന്നൊരു വ്യക്തി ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനും പാഷനും അനുസരിച്ചിട്ട് ആൾക്ക് ജനങ്ങളെ സേവിക്കാനും പാവപ്പെട്ട രോഗികളെയും അനാഥരെയും സംരക്ഷിക്കാനാണ് മൂപ്പര് ഒരു 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 സിസ്റ്ററായി അല്ലെങ്കിൽ കന്യാസ്ത്രീയായി ജീവിക്കുക. ആ കന്യാസ്ത്രീയുടെ പ്രവൃത്തിയിൽ എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ ആഗ്നസ് ബജാൻസ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയിൽ നിന്ന് മദർ തെരേസ എന്ന് പറയുന്ന ലോകത്തിൻ്റെ അമ്മ ഇത് ഒരു രാത്രി കഴിഞ്ഞ പിറ്റത്തെ ദിവസം നേരം എടുത്തുണ്ടായതല്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെ, അതായത് ആരും മറയ്ക്കുന്ന കുഷ്ഠരോഗികളെ പോയിട്ട് അവരുടെ മുറിവ് വെച്ച് കെട്ടുക, അത് മലങ്ങൽ, അവരുടെ ഭക്ഷണം, ഇത് മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ നീട്ടിയിട്ടാണ് മൂപ്പരുടെ അനാഥ മന്ദിരത്തിൽ അന്തേവാസികൾക്കായാലും കുഷ്ഠരോഗികൾക്കായാലും അനാഥർക്കും രോഗികൾക്കും ഒക്കെ ആള് ഭക്ഷണം കൊടുത്തത് പണിയെടുത്തിട്ട് തിന്നാൻ കൊടുത്തല്ല, മൂപ്പര് കൈ നീട്ടും. അപ്പം ഇങ്ങനെ ഈ കൈ നീട്ടുന്നതിൻ്റെ ഇടയിൽ ഒരു പലചരക്ക് കടക്കാരനോട് കൈ നീട്ടി. അപ്പം അയാൾ ആ കാര്യത്തിന് ചോദിച്ചപ്പോൾ എൻ്റെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൈ നീട്ടണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പകരം ആള് കൊടുത്തത് ആ മദർ തെരേസയുടെ കയ്യിലേക്ക് കാർക്കിച്ചിട്ടൊരു തുപ്പാണ് കൊടുത്തത്. അപ്പം മദർ തെരേസ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ ടവലെടുത്ത് തുടച്ചിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാനത് സ്വീകരിച്ചു, ഇനി എൻ്റെ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് തായോ എന്ന് പറയാണ്. അങ്ങനെ ആ പലചരക്കാരന് ഭയങ്കര വിഷമമായി. അതിനുശേഷം ആ പലചരക്ക് കടക്കാരൻ മരിക്കണ വരെ, ഇത് ആ കടക്കാരൻ ആ കട നടത്തണ വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്താ പറയുക മദർ തെരേസയ്ക്ക് ആ ദിവസം കൊടുത്ത പോലെ ആ അന്തേവാസികൾക്ക് ഭക്ഷണം, അതിനുള്ള ഭക്ഷണോൽപ്പന്നങ്ങൾ കൊടുത്ത് സഹായിച്ചു എന്നവരാണത്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് തുപ്പുന്ന ആളുകൾക്കും ഉള്ളോട് ഞാൻ തന്നെ പറയണം, നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് തുപ്പുമ്പോൾ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുക. നിങ്ങൾ എൻ്റെ കൈകളിലേക്ക് അത് ഒപ്പിക്കോ. ഇന്നൊരു അനുഭവം ഉണ്ടായി. എൻ്റെ പ്രീഡിഗരി കാലത്ത് ഡിപ്രഷൻ വരുന്ന കാലത്തുള്ള പ്രായമുള്ള ഒരു പയ്യൻ എൻ്റെ മുന്നിൽ ഞാൻ ചായയും ബ്രെഡും കഴിക്കുമ്പോൾ അവൻ എന്നെ പരിഹസിച്ചു കൊണ്ട് തുപ്പി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏതൊരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ തുപ്പുമ്പോൾ മുഖത്തേക്ക് ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം മുഖത്തേക്ക് നോക്കി തുപ്പുമ്പോൾ ആ തുപ്പൽ നമുക്ക് ഭയങ്കര ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി ഉണ്ടാക്കും. ഞാൻ എന്ത് ചെയ്തത്, ആ ചായയും കടിയും കൈ പിടിച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ കാലിക്കോ എൻ്റെ മേലിക്കോ തുപ്പിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്ന, അല്ലാതെ അവനായിട്ട് തല്ലിടാനോ തർക്കിക്കാനോ അല്ലേ. എന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ഇപ്പം മൗനം പാലിക്കുക. എന്നെ അടിച്ച് തല്ലി നറുനാശാക്കിയ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ മൗനം പാലിക്കുക. നാളെ അവർ എന്നെ ആദരിക്കേണ്ടവരോ, നാളെ എന്നെ ഈ ശത്രുക്കളായ ആളുകൾ മുഴുവൻ
ഞാനത് ഇന്ന് പറയുന്ന വാക്കല്ല, ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന എൻ്റെ ശത്രുക്കൾ നാളെ എന്നെ സ്നേഹിക്കുള്ളവരാ, എൻ്റെ ശത്രുക്കൾ നാളെ എന്നെ അംഗീകരിക്കാനുള്ളവരാ, എന്നെ അവഗണിച്ചവർ നാളെ എന്നെ പുകഴ്ത്തി പാടാനുള്ളവരാ, എന്നെ ഇന്ന് പരിഹസിച്ചവർ നാളെ എൻ്റെ കാല് പിടിച്ച് തെറ്റുപറ്റിപ്പോയടാ സുഹൃത എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തേണ്ട ആളുകൾ എന്നെ ഇന്ന് പരിഹസിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ പരിഹാസത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിച്ചത് അത്രയും സുഗതൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്രയും സംഭവിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. കാരണം ഞാൻ ജനിച്ച നാൾ മുതൽ എൻ്റെ വീട്ടിലടക്കം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ ഇനി ഈ 51-ാം വയസ്സിൽ ആയുസ് എത്ര തണ്ടുണ്ടെന്ന് അറിയില്ല. കാരണം 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെയായിട്ട് കേരളത്തിലെ ആണുങ്ങളുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കണില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ അടുത്ത ദിവസം കണ്ടത് 36-31. കാരണം എഴുതാറില്ല. സ്വാഭാവിക മരണമാണോ ആത്മഹത്യ ഇതാണോ എന്താണെന്നൊന്നും എഴുതാറില്ല. അപ്പോൾ ഞാൻ മരിക്കുന്ന ആളുകളുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മരിക്കുമ്പോൾ ആ മരിക്കണതിന് കാരണം കൂടെ എഴുതിയത് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അതായത് ആൾ ആത്മഹത്യ ചെയ്താണോ, അത് അറ്റാക്ക് വന്ന് എന്താണ്, ഇന്ന അസുഖം വന്ന് മരിച്ചതാണോ എന്ന് അതറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ മരിച്ചവരെ കുറിച്ചിട്ടല്ല ചിന്തിക്കേണ്ടത്, ജീവിക്കുന്നവരെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. മരിക്കുന്ന ദിവസം ചാക്കാല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. മറ്റേ എന്താ പറയുക, ഒരു കൺസ്ട്രക്ഷൻ വർക്കുകാർ ആണ് അത് പാടിയേക്കുന്നത്. എന്താ പറയുക, നേരം പോയി എന്നുള്ള പാട്ട് കൊണ്ട് അവരുടെ പേര് പെട്ടെന്ന് മറന്നു. അപ്പോൾ അവരുടെ ആ പാട്ടിലെ വരികൾ പോലെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സഹായിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുക. മരിച്ചു കഴിഞ്ഞിട്ട് ആ മരിച്ച ദിവസം കുറേ അധികം തലകൾ ആ മരണ വീട്ടിലുണ്ടാവും. അപ്പോൾ ആ മരണ വീട്ടിലുണ്ടാവുന്ന തലകളൊന്നും മരിച്ചവരെ സഹായിച്ചവരായിരിക്കണം എന്നില്ല. മനസ്സിലായോ? 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ 10 പേര് ആ രോഗിയായിട്ട് മരിച്ച ആളായാലും അയാളുടെ കഷ്ടപ്പാട് കാണാത്തവരാ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. 90% ആൾക്കാരും അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ പ്രശ്നങ്ങൾ അറിയാത്തവരാകുക. 10% പേരും മൗനമായിട്ട് വന്നവൾ നിൽക്കുമ്പോൾ അവരെന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ പരിഹസിക്കുന്നതിന് പോലും ചേർത്ത് നിർത്തണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലൊരു മനുഷ്യനെ ഞാൻ ഇപ്പോൾ ഈ താടി മുടി വളർത്തി മുടി ചീകാത്ത ഈ സുഗതനെ ഇതൊന്ന് ഷേവ് ചെയ്യാനും മുടി വെട്ടി ക്ലിയറാക്കാനും മീശ കട്ട് ചെയ്യാനും അതൊന്ന് കറുപ്പിക്കാനും അധികം നേരം വേണ്ട. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ സുന്ദരനായിട്ട് നടക്കേണ്ട ആവശ്യം ഇനി എനിക്കില്ല. കാരണം ഒരു ബാഹ്യമായ സൗന്ദര്യം ഒരു മനുഷ്യനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം അഷ്ടവക്ര മുനി എന്ന് പറയുന്നൊരു മുനിക്ക് 8 വളവുള്ളപ്പോൾ ജനക മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സ് എന്ന അപമാനം ഏറ്റുവാങ്ങി. അത് അഷ്ടവക്രമുനി ഇന്ന് നമുക്കായിട്ട് സമ്മാനിച്ച ഭഗവത്ഗീതയ്ക്കൊപ്പം അല്ലെങ്കിൽ ഭഗവത്ഗീതയെക്കാളും കുറച്ചും കൂടി മുന്നിൽ നിൽക്കാവുന്ന ഒരു ഗീത രചിച്ചിട്ടുണ്ട്, അഷ്ടവക്ര ഗീത. അപ്പോൾ ആ അഷ്ടവക്ര ഗീതയുടെ അഷ്ടവക്രമുനി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊന്ന് കേട്ടാൽ അതിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഈ ബാഹ്യമായ സൗന്ദര്യം കണ്ടിട്ട് സ്നേഹിക്കരുത്. അതേപോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഈ പുറമേയുള്ള സൗന്ദര്യം കണ്ടിട്ട് ഒരു മനുഷ്യനെ വിലയിരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗുരു പറഞ്ഞു എന്താ അറിയോ, ഈ പുതപ്പ് പോലത്തെ വെളുത്തതും കറുത്തതും ഇരുനിറവുമായ നമ്മുടെ ഈ തൊലി ഇല്ലായിരുന്നെങ്കിൽ കാക്ക കൊത്തി കൊണ്ടുപോകുന്ന ഒരു വേസ്റ്റാണ് നമ്മളെന്ന്.
ഞങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളൊരു ഗ്ലാസ് ഇട്ടിട്ടുള്ള രൂപമാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക ഹൃദയവും എന്താ പറയുക കരളും എന്താ പറയുക വൻകുടലും ചെറുകുടലും എല്ലാം കാണുന്ന രീതിയിലാണെങ്കിൽ നമ്മളെ കാണാൻ എന്ത് ഭംഗിയുള്ളത്, വല്ല ഭംഗിയുണ്ട്. പക്ഷെ ആ തൊലി നിറം ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ ഭംഗിയുണ്ടാവുമോ? തൊലി കറുത്തു പോയ ഭംഗി ഉണ്ടാവാതിരിക്കുമോ? വെളുത്ത ഒരാൾക്ക് ഭംഗി ഉണ്ടാവാതിരിക്കുമോ? ഏറ്റവും വലിയ ഭംഗി മനസ്സിൻ്റെ ഭംഗിയാണ്. നമ്മുടെ മനസ്സ് എന്നും തുടച്ച് വൃത്തിയാക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു അശുദ്ധി ഉണ്ടാവാൻ പാടില്ല. അശുദ്ധി വരുന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കണം. നമ്മൾ കുളിക്കണം എന്തിനാ? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ പോകാൻ. അതുപോലെ മനസ്സിലെ അഴുക്ക് എപ്പോഴും മാറ്റണം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫാഷനിൽ നടക്കാൻ അറിയാത്ത ഒരാളല്ല. കാരണം ഞാൻ നല്ലൊരു കോളേജിലാണ് പഠിച്ചിരിക്കണം. അതുപോലെ 5 കൊല്ലം ദുബായിലും 7 എമിറേറ്റ്സിലും പോയിട്ട് അവിടെ 7 എമിറേറ്റ്സിൽ ഞാൻ പോവാത്ത സ്ഥലമില്ല. ഒരുവിധം സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ലാൻഡ് ക്രൂയിസ് കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ പാഷനോട് നടക്കാൻ എനിക്കറിയില്ല. ദുബായിൽ നമ്മളെങ്ങനെയാണ് നടക്കുക? ഒരു ലുങ്കി മുണ്ടെടുത്തിട്ട് ഷർട്ടും ഇട്ട് തൊള്ള തോന്നിയ പോലെ നടക്കുക. ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഷേവ് ചെയ്യും, പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് നമ്മൾ പോവുക. കോളേജിൽ പോകുമ്പോൾ എങ്ങനെ പോവുക? നമ്മൾ കുറേയിട്ട് പോവുക. അപ്പം അത് നോക്കണ്ട. നമ്മുടെ ഓരോ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ നടക്കാൻ ഇഷ്ടം അങ്ങനെ നടക്കും. അപ്പം ഇപ്പം ഇതൊക്കെ ഈ രസമായിട്ടിട്ട് പാൻറ്റ് ഷർട്ട് ഇടണമെങ്കിൽ അതിട്ടു. അതൊക്കെ ഓരോ കാലഘട്ടം. അപ്പോൾ ഒരു കാരണവശാലും ഒരു വ്യക്തിയെ ബാഹ്യമായ കാഴ്ചപ്പാടിലൂടെ ഒരു വ്യക്തിനെ വിലയിരുത്താൻ പാടില്ല. സാമ്പത്തികം ഉള്ളവർ മാത്രമേ നല്ലവർ ചീത്തവരുണ്ടെന്ന് വിചാരിക്കാൻ പാടില്ല. കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളും മനുഷ്യരാണ്. ഒരു കൂലിപ്പണിക്കാരനായോ ഒരു കിണർ പണിക്കാരനായോ കിണറ്റിൽ പാറ പൊട്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള എൻ്റെ അച്ചാച്ചനാണ് എനിക്ക് സദ്ഗുരുനാഥനായത്. രണ്ടൽപ്പറമ്പിൽ മുല്ലെന്ന് പറയും, വെടിപ്പണിക്കാരൻ മുല്ലെന്ന് പറയുക. ആളാണ് എനിക്ക് ചെറുപ്പത്തിൽ ഇതൊക്കെ വിളിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയാണ് എനിക്ക് പുരാണത്തിൻ്റെയും പല പല കഥകൾ പറഞ്ഞു തന്നിട്ട് എന്നെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു നന്മയുള്ള ഒരു വ്യക്തിക്ക് മാറ്റിയത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സത്യം ധർമ്മം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. അതുപോലെ അച്ഛൻ്റെ കുടുംബത്തിൽ ഒട്ടുമിക്കവരും സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരായിരുന്നു. അവരെയൊക്കെ അച്ഛൻ സഹായിക്കും. അവിടുത്തെ ഓരോ കാര്യങ്ങളിലും അച്ഛൻ മുൻകൈയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. എനിക്ക് അച്ഛനോട് ഒരു ഒറ്റ വിഷമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ കോടതിയിൽ നിന്ന് പെൻഷനായിട്ട് ആ പെൻഷനറുടെ സ്റ്റാൻഡേർഡിൽ നടക്കാതെ വെറും കൂറ കള്ളുടിയനായിട്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുള്ളൂ. ആ കൂറ കള്ളുടിയനായിട്ട് കുടുംബത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കുടുംബത്ത് സമാധാനം ഇല്ലാതാക്കുമ്പോൾ എനിക്ക് വിഷമമുള്ളൂ. എൻ്റെ അച്ഛൻ എൻ്റെ ഒരു ആരാധ്യ പുരുഷനാണ്. എൻ്റെ അച്ഛനെ പോലെ അധ്വാനിക്കാനും എൻ്റെ അച്ഛനെ പോലെയുള്ള മനസ്സ് ഉള്ള ഒരു വ്യക്തിയാവാൻ എനിക്ക് കഴിയാൻ ഇനി ഈ മിഡിൽ ഏജ് കഴിഞ്ഞ കാലഘട്ടത്തിലാവുമെന്ന് തോന്നണില്ല. എൻ്റെ അച്ഛൻ 16-ാം വയസ്സിൽ അന്ന് യൂണിയൻകാരൊന്നുമില്ല. കുന്നംകുളത്തെ പീപ്പിൾസ് എന്ന് പറഞ്ഞ ഇരുമ്പ് കടയിൽ നിന്ന് കമ്പിയേറ്റിയിട്ടാണ് കുടുംബം. അതും കുറച്ചാളല്ല, 6 സഹോദരന്മാരും അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ സഹോദരികൾ 4 അച്ഛനടക്കം 2 ആണുങ്ങളെ വരും. ആ കുടുംബം ഭംഗിയായിട്ട് നോക്കിയിട്ടുള്ള അച്ഛനെ അച്ഛമ്മേന് പല അതുപോലെ അച്ഛൻ്റെ തറവാട്ടിലുള്ള അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർ. അതേസമയം അമ്മയുടെ ബന്ധുക്കൾ അത്രയും ഇങ്ങോട്ട് സാമ്പത്തികം ഇല്ലാത്തവരല്ലായിരുന്നു. ആ സാമ്പത്തികമൊക്കെ അത്യാവശ്യമുള്ളവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അവൻ്റെ കൂടെ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ചക്ക
അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പട്ടിണി. എൻ്റെ വീട് വെറും കുടിലായിരുന്നു. ആ കുടിലിൽ നിന്ന് ഇത്ര പോകുന്ന ഒരു ഓടിട്ട വീട് എങ്ങനെ ഉണ്ടാക്കിയത് അച്ഛൻ്റെ ഒരു അധ്വാനം തന്നെയാണ്. പക്ഷേ ഈ അച്ഛൻ്റെ ഈ അധ്വാനത്തിൻ്റെ അച്ഛൻ്റെ മഹിമയാണ് ഞാൻ ഇകഴ്ത്തി കാണിക്കുന്നത്. അച്ഛൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് പെരുമാറുന്ന കാരണം. അല്ലാതെ അതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഞാനും എൻ്റെ വ്യക്തിത്വം കളഞ്ഞു കുറിച്ചത് എൻ്റെ അച്ഛൻ ഈ രീതിയിൽ നടക്കുമ്പോൾ അച്ഛനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുപോലെ ആകളുള്ളൊരു മകൻ രക്ഷപ്പെടാതെ വരുമ്പോൾ ആ രക്ഷപ്പെടാൻ എൻ്റെ കൂടെ നിൽക്കുക. എനിക്ക് ഈ ലോകത്ത് ആരും കൂടെ കണ്ട എൻ്റെ അച്ഛൻ മാത്രം കൂടെ വന്നാൽ മതി. എൻ്റെ അച്ഛൻ ശത്രുസ്ഥാനത്തൊക്കെ എൻ്റെ അച്ഛൻ മാത്രം ഞാൻ എൻ്റെ മകൻ്റെ പക്ഷത്തുണ്ട്. എടാ നീ ചക്കുണ്ണിയുടെ മോനാ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കോ, ഞാൻ റബിനില്ല എന്ന് പറഞ്ഞാൽ എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്ക് പറ്റില്ല. എന്നിട്ടും ഞാൻ തോൽവി സമ്മതിച്ചിട്ടില്ല. കാരണം ഇത്രയധികം പരാജയങ്ങൾ വന്നിട്ടും വിഷമങ്ങൾ വന്നിട്ടും ലോകം മുഴുവൻ പരിഹസിച്ചിട്ടും സുഗതം പരാജയം സമ്മതിക്കില്ല. എന്നെങ്കിലും വിജയിക്കും എന്ന് പറഞ്ഞിട്ട് മരിക്കും വരെ പ്രവർത്തിക്കും. മരിക്കും വരെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. വിജയം അല്ല പ്രധാനം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ള പ്രധാനം. പരിശ്രമിച്ച് തോറ്റാലും സുഖത്തിന് വിഷമില്ല. യുദ്ധം ചെയ്യുമ്പോൾ പിന്നിലല്ല, യുദ്ധം ചെയ്യുമ്പോൾ മുന്നിൽ വെക്കണം. അപ്പോൾ യുദ്ധം ചെയ്തിട്ട് തോറ്റാലും, രാജാവ് യുദ്ധത്തിൽ തോറ്റാലും, ആ യുദ്ധത്തിൽ മരിച്ചാലും വീരമൃത്യു പ്രാപിച്ചാലും അതിൽ തെറ്റില്ല. പക്ഷേ അതിന് പകരം അന്തഃപുരത്തിൽ ഒളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി രാജാവല്ല. സംഭവം മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നതായാലും സോഷ്യൽ മീഡിയയിൽ ഏത് ടൈപ്പിൽ കാര്യങ്ങൾ എഴുതണമെങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അത് പൂർണ്ണമായ രൂപത്തിൽ ആവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം അത് അനുഭവിക്കും. ഞാൻ സ്വയം ചീഞ്ഞിട്ടായാലും ഞാൻ വിചാരിക്കുന്നത് ചില സ്വപ്നങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് സാമ്പത്തിക വിജയത്തോടൊപ്പം ഞാൻ കാണിക്കുന്ന ഒരു വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ സുഗതം പറഞ്ഞതിൻ്റെ പൊരുൾ അക്കമിട്ടിട്ട് സുഗതൻ്റെ ഓരോ വാക്കുകളും ഞാൻ എഴുതുന്ന തെറിവാക്കുകളല്ല. ഞാൻ 1000 നല്ല വാക്കുകൾ എഴുതിയിട്ട് 10 തെറിവാക്കുകൾ എഴുതി ആ 10 തെറിവാക്കുകൾ കൊണ്ടിറക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ. ആ തെറികളല്ലാത്ത 1000 നല്ല വാക്കുകൾ നാളെ കല്ലിൽ കൊത്തിവെച്ച ലിപികളെ പോലെ നിങ്ങൾ കൊണ്ടടക്കും. ആ കൊണ്ടടക്കുന്ന ഒരു കാലം വരും. ഇന്ന് എന്നെ പരിഹസിച്ചവർ അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെടുത്തിയവർ, എന്നെ ദുഃഖിച്ചവർ നാളെ അതിൻ്റെ ഫലം അനുഭവിക്കും. ഞാനായിട്ട് അവർക്കൊരു തിക്തഫലം ഉണ്ടാക്കി കൊടുക്കില്ല. കാരണം എൻ്റെ കുടുംബം നശിക്കണ കാണുമ്പോൾ ഞാൻ പരാജയപ്പെട്ട് കാണുമ്പോൾ സന്തോഷിക്കുന്നവരോട് ഞാൻ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന്. ഞാൻ അവർക്കെതിരെ യാതൊരു നടപടി എടുക്കാൻ പാടില്ല. ഞാൻ എൻ്റെ കുടുംബം തകർക്കുമ്പോൾ ഞാൻ തിരിച്ച് മറ്റൊരു കുടുംബം തകർക്കില്ല. നാളെ ആ പോസിറ്റീവ് സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒറ്റയടിക്കാണ്ട് മനസ്സിലാവില്ല. ഞാൻ ഓരോ ഘട്ടമായിട്ട് ഓരോ വാക്കുകളിലൂടെ വരുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട്, പ്രവൃത്തി പദമുണ്ട്. അവിടേക്ക് ഞാൻ എത്തും വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് നാളെ എന്താ എഴുതാൻ പോകുന്നത്, അടുത്ത നിമിഷത്തിൽ എന്താ എഴുതണമെന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മഹാദേവൻ തീരുമാനിക്കുകയാണെങ്കിൽ സരസ്വതി ദേവി തീരുമാനിക്കും. അതങ്ങോട്ട് എഴുതിക്കുമെന്ന് പറയും. ആ എഴുതുന്നത് ചിലപ്പോൾ നല്ലതാവും, ചിലപ്പോൾ തെറിയാവും, ചീത്തയാവും. അതിന് വരെ ഒരു ലക്ഷ്യമുണ്ട്. അത് എൻ്റെ മഹാദേവൻ തീരുമാനിക്കുന്ന ഒരു ലക്ഷ്യമാണ്. അത് എന്താണ് അതിൻ്റെ ഗുണഫലം എന്ന് അത് കാലം തീരുമാനിക്കട്ടെ. സുഗതന് ഇത്രേ പറയുള്ളൂ. ജയ് ഹിന്ദ്.